രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയുടെ രഹസ്യമൊഴി വീഡിയോ കോൺഫറൻസിംഗ് വഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘത്തിന്റെ നീക്കം. അനുമതി ലഭിച്ചാൽ ഉടൻ രഹസ്യമൊഴി രേഖപ്പെടുത്തും. രഹസ്യമൊഴി രേഖപ്പെടുത്താൻ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ വീഡിയോ കോൺഫറൻസിംഗിലൂടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം, അതായത് യുവതി ഒരുപക്ഷെ നാട്ടിലേക്ക് എത്തിയേക്കുമെന്ന് പറഞ്ഞിരുന്നു, അതുണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കേസിൽ കൂടുതൽ വളരെ പെട്ടെന്ന് തന്നെ നീക്കങ്ങൾ നടത്തുകയാണ് അന്വേഷണ സംഘം. അതിവേഗ നടപടിയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും അവർ വിദേശത്താണ്, നാട്ടിലെത്തിയതിനു ശേഷം മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു ആലോചനയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വരുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട്, പിന്നീട് അത് ദിവസങ്ങൾ എടുക്കുന്നു എന്നുള്ള ഒരു കാലതാമസം എന്നൊക്കെ കരുതിക്കൊണ്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം വീഡിയോ കോൺഫറൻസിലൂടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. അതിനായിട്ടുള്ള അനുമതി ഇപ്പോൾ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള അനുമതി ലഭിച്ചാൽ വളരെ വേഗത്തിൽ തന്നെ വീഡിയോ കോൺഫറൻസിലൂടെ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തും. നമുക്കറിയാം, ഇത്രയും നാൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് പല കേസുകളിലും അതിജീവിത പരാതിക്കാരിയുടെയൊക്കെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് അത് മജിസ്ട്രേറ്റ് കോടതിയിൽ മജിസ്ട്രേറ്റിന് അപേക്ഷ നൽകുന്നു. അതിനുശേഷം അതിനൊരു ടൈം ഫിക്സ് ചെയ്ത് പിന്നീട് ആ കോടതിയിൽ നേരിട്ടെത്തി രഹസ്യമൊഴി നൽകുക എന്നുള്ളതാണ്. പക്ഷേ ഇത് ഓൺലൈനായി തന്നെ രേഖപ്പെടുത്താനുള്ള ശ്രമമാണ് അന്വേഷണ സംഘം നടത്തുകയും ചെയ്യുന്നത്. അതായത് വളരെ വേഗത്തിൽ തന്നെ ഇതിൻ്റെ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. നമ്മൾ ഇന്നലെ കണ്ടതാണ് അറസ്റ്റ്, അതിനുശേഷമുള്ള ചോദ്യം ചെയ്യൽ, തെളിവ് ശേഖരിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എത്ര വേഗത്തിലാണ് പൂങ്കൊല്ലിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുള്ളതാണ്. അതേ ഒരു നടപടി തന്നെ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്കും അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് വളരെ വൈകാതെ തന്നെയുണ്ട്, ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ കസ്റ്റഡി അപേക്ഷ വരുന്നുണ്ട്. സ്വാഭാവികമായും കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷയും കോടതിയുടെ പരിഗണനയ്ക്കെത്തും. ആ സാഹചര്യം അപ്പോൾ തന്നെ അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കവും.